സജിൻ ഗോപുവിൻ്റെയും അനശ്വര രാജിൻ്റെയും അഴിഞ്ഞാട്ടമാണ് പൈങ്കിളി. അംബാനെയും മാരിയായോയും കണ്ട് അത്ഭുതം പൂണ്ടവർക്ക് മുമ്പിലേക്കാണ് പൈങ്കിളിയിൽ സുജിത് കുമാറായി സജിൻ വീണ്ടും വിളയാടാനെത്തിയിരിക്കുന്നത്. അനശ്വരയാകട്ടെ രേഖാചിത്രത്തിൻ്റെയും എന്നും സ്വന്തം പുണ്യാളിൻ്റെയും ഹാങ് ഓവറിൽ നിൽക്കുന്ന പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ആ കഥാപാത്രങ്ങളെയല്ല താനെന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു ഷീബ ബേബിയിലൂടെ. സുഖവും പാച്ചനും കുഞ്ഞായി എന്ന അനീഷും സുജിത് കുമാറും തങ്കു കൊച്ചനും ഷീബ ബേബിയും ജാഫറും പീറ്ററും സുമയും അമ്മയും അമ്മുമ്മയും നാട്ടുകാരും രംഗത്തില്ലെങ്കിലും സുഖുവിൻ്റെ ചങ്ങാതിയായി അനുഭവപ്പെടുന്ന സുധാകരനും എല്ലാം ചേർന്ന് ആകെയൊരു ജഗപുകയാണ് പൈങ്കിളി. പ്രേക്ഷകരെ മുഴുവൻ സമയവും സ്ക്രീനിൽ എൻഗേജിങ് ചെയ്യിക്കുന്ന ഷോട്ടുകളും സീനുകളുമാണ് ഒന്നിനു പിറകെ ഒന്നായി പൈങ്കിളിയിൽ വരുന്നത്. അടുത്ത രംഗമെന്തെന്ന് പ്രവചിക്കാനും കണക്കുകൂട്ടാനും ഒന്നും പ്രേക്ഷകർക്ക് അവസരം കൊടുക്കാതെ തെന്നിത്തെറിച്ചു പോകുന്ന തിരക്കഥയും മേക്കിങ്ങുമാണ് പൈങ്കിളി സ്വീകരിച്ചിരിക്കുന്നത്. സിനിമയുടെ ലഘുത്തമ സാധാരണ ഗുണിതവും ഉത്തമ സാധാരണ ഘടകവും ഒക്കെ തേടിപ്പോയാൽ സങ്കലനത്തിലും വ്യവകലനത്തിലും ഒക്കെ ആകെ മൊത്തം തെറ്റിച്ച് പ്രേക്ഷകനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ അവസരം കൊടുക്കാതെ മുന്നേറുന്നൊരു ചിത്രമാണ്. വളരെ ലളിതമായി വിശേഷിപ്പിക്കാം പൈങ്കിളിയെ. സാധാരണമായൊരു ഗ്രാമവും അവിടുത്തെ തീർത്തും സാധാരണക്കാരായ കുടുംബങ്ങളും എല്ലാം ചേർന്ന് 2.25 മണിക്കൂറിലേറെ നേരെ രസിപ്പിക്കുകയും ആസ്വദിപ്പിക്കുകയും ചെയ്യുക എന്നതിൽ കവിഞ്ഞ ലക്ഷ്യമൊന്നും പൈങ്കിളിക്കില്ല. പേരിൽ പൈങ്കിളി ഉണ്ടെങ്കിലും സിനിമ അത്രയ്ക്ക് പൈങ്കിളിയല്ല. വെറും സാധാരണക്കാരായ ഏതാനും പേരുടെ ജീവിതം അത്രക്കങ്ങ് പൈങ്കിളിയായിരിക്കില്ലല്ലോ. എത്ര കാലം നായകന്മാരെ ഇടിച്ചതാണ് മനുഷ്യ നിങ്ങൾ. എത്രയെത്ര കൊടും വില്ലന്മാരെയും പോലീസുകാരെയും അവതരിപ്പിച്ച് പ്രേക്ഷകനെ പേടിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥ ജീവിതത്തിൽ ഡിവൈഎസ്പിയും മിസ്റ്റർ ഇന്ത്യയും ഒക്കെ ആയിരുന്നല്ലോ. എന്നിട്ടും തമാശയെ പറയുന്നില്ലെന്ന ഭാവത്തിൽ സുജിത് കുമാർ എന്ന അച്ഛനെ അവതരിപ്പിച്ച് വളരെ ഗൗരവത്തിൽ എത്രമാത്രം തമാശരങ്ങളിലൂടെയാണ് പ്രേക്ഷകനെ താങ്കൾ ചിരിപ്പിക്കുന്നത്. അബു സലീമിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. മകനോട് എങ്ങോട്ടാ ഈ മഴയത്ത് പോകുന്നത്, എന്തിനാ ബുള്ളറ്റ് എടുക്കുന്നത്, എന്നാൽ നമ്മുടെ കമ്പനി വണ്ടി എടുത്തോ തുടങ്ങി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ അച്ഛൻ പറയുന്ന ഒറ്റ കാര്യവും മകൻ അനുസരിക്കാതിരിക്കുമ്പോൾ നല്ല അച്ഛനായി അവൻ പോകുന്ന വഴിയിൽ അവന് താല്പര്യമുള്ള രീതിയിൽ മികച്ച ഉപദേശം നൽകി എത്ര വട്ടമാണ് സുജിത് കുമാർ പ്രേക്ഷകരോട് ചിരിക്കാൻ പറയുന്നത്. ഒരിക്കൽ അറിഞ്ഞോ അറിയാതെയോ മകൻ അനുസരിക്കുന്നത് കണ്ട് കണ്ണും മനസ്സും നിറഞ്ഞ് ആടിപ്പാടുന്ന അച്ഛൻ പണ്ട് നായകന്മാരെ വിറപ്പിക്കാൻ വന്ന വില്ലനാണെന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ്. റിയാസ് ഖാൻ്റെയും സ്ഥിതി ഏകദേശം ഇത് തന്നെ. ചിരിപ്പിക്കാനുള്ള കുറച്ച് വകയുമായാണ് വരുന്നത്. സുമയും കുമയുമായ ജിസ്മ വിമലാണ് പ്രേക്ഷകർക്ക് സിനിമയിൽ ഏറ്റവും ഇഷ്ടം തോന്നിയേക്കാവുന്ന കഥാപാത്രം. ഒരേ സമയം നിഷ്കളങ്കതയും അപ്പോൾ തന്നെ തൻ്റെ ആഗ്രഹങ്ങളിലേക്ക് പറന്നിറങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വളരെ സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി. ആശുപത്രിയിലെ നഴ്സാണെങ്കിലും പെട്ടെന്നൊരു രോഗിയെത്തിയാൽ എന്ത് ചെയ്യണമെന്നറിയാതെ വെപ്രാളപ്പെട്ടു പോകുന്നൊരു യുവതി. ഇതാണ് ജിസ്മയുടെ സുമ. സുഖുവിനോട് എപ്പോഴും കട്ടക്ക് നിൽക്കുന്നവനാണ് റോഷൻ ഷാനവാസിൻ്റെ പാച്ചൻ. ഏത് അപകടത്തിൽ നിന്നും സുഖുവിനെ രക്ഷിക്കാവുന്ന അതേ പാച്ചന് അയാളെ ഏത് കുഴിയിലും ചാടിക്കാനുമാകും. താൻ പെണ്ണായിരുന്നെങ്കിൽ സുഖുവിനെ കല്യാണം കഴിച്ചേനെ എന്ന് പറയുന്ന പാച്ചൻ സ്നേഹം നിറഞ്ഞു കവിഞ്ഞപ്പോൾ കല്യാണം കഴിക്കാൻ താൻ പെണ്ണ് തന്നെ ആകണമെന്നില്ലെന്നും പറയുന്നുണ്ട്. സജിൻ ഗോപുവിൻ്റെ സുഖു നിറഞ്ഞാടുന്ന സിനിമയാണ് പൈങ്കിളി. രൂപവും ഭാവവും അഭിനയവുമെല്ലാം കലാഭമണിയായാണ് സജിൻ ഗോപു ഓർമ്മിപ്പിക്കുന്നത്. പൊന്മാനിലെ കരിമല പോലുള്ള മാരിയോയാണ് പൈങ്കിളിയിലെത്തുമ്പോൾ കുഞ്ചാക്ക ബോബനെ പോലെ പ്രണയഗാനം പാടുന്നത്. സംവിധായകൻ ശ്രീജിത്ത് ബാബു സിനിമയിലെ കഥാപാത്രങ്ങളെ വളരെ സാധാരണക്കാരെന്ന് തോന്നിപ്പിക്കുന്നവരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വെള്ളിത്തിരയിൽ വന്നു പോകുന്നവരിൽ വിരലെണ്ണാവുന്നവർ മാത്രമാണ് പ്രേക്ഷകർക്ക് പരിചയമുണ്ടാവുക. പക്ഷേ കടന്നു പോകുന്ന മറ്റെല്ലാ കഥാപാത്രങ്ങളും നമുക്ക് ചുറ്റുമുള്ളവരാണെന്ന് തോന്നിയേക്കും. തിമിരം ബാധിച്ച അമ്മൂമ്മ മാത്രമല്ല, നാട്ടുകാരുമെല്ലാം അങ്ങനെ തന്നെ. ചോക്ലേറ്റ് നായകനെന്ന് പതിവ് നായക സങ്കല്പത്തിന് നൽകുന്ന വിശേഷമാണെങ്കിലും പൈങ്കിളിയിലെ നായകൻ്റെ നിറം ചോക്ലേറ്റ് പോലുള്ളതാണ്. സുഖുവാണ് ശരിയായ ചോക്ലേറ്റ് നായകൻ. സുഖുവിന് ചുറ്റും വരുന്നവരെല്ലാം ഏകദേശം ആ നിറത്തിലുള്ളവർ തന്നെ. പതിവ് സിനിമാ സങ്കല്പങ്ങളെ പൊളിച്ചെടുത്ത് നടത്തിയ കഥാപാത്ര വിന്യാസം. ഒരു സാധാരണ മലയാളിയുടെ നിറമെന്നതിനാൽ കാഴ്ചക്കാരൻ്റെ അല്ലെങ്കിൽ കാഴ്ചക്കാരുടെ കൂട്ടത്തിലുള്ളവർ പെട്ടെന്ന് വെള്ളിത്തിരയിലേക്ക് നടന്നു കയറിയതാണെന്ന് തോന്നും. പ്രത്യക്ഷത്തിൽ ഒറ്റവരിൽ പറഞ്ഞു തീർക്കാനുള്ള കഥയൊന്നുമില്ല പൈങ്കിളിക്ക്. ഏതാനും യുവാക്കളും അവരുടെ പല വിക്രിയകളും, സമാന്തരമായി ഒരു യുവതിയും തുടർച്ചയായി അവളൊപ്പിക്കുന്ന വ്യത്യസ്ത വിക്രിയകൾ, ഇത് രണ്ടും ഒരിടത്ത് ചേരുമ്പോൾ സംഭവിക്കുന്ന കുറേ കാര്യങ്ങൾ. അനശ്വര രാജൻ ഷീബ ബേബിയായും അശ്വതി നക്ഷത്രമായും മികച്ച അഭിനയം എടുത്തു കാട്ടിയിട്ടുണ്ട്. എന്ന് സ്വന്തം പുള്ളിയാണലിൽ സംഘടന നടത്തി ഞെട്ടിച്ച അതേ അനശ്വര ഈ ചിത്രത്തിലും ശാരീരികമായ വലിയ അധ്വാനങ്ങൾ ചെയ്യുന്നുണ്ട്. ഹിറ്റ് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി തീരെ പ്രതീക്ഷിക്കാത്തൊരു കഥാപാത്രമായി തങ്കു കൊച്ചനായി വന്ന് ചെറിയ സമയം പ്രേക്ഷകരെ രസിപ്പിക്കുന്നു. കുറേ യൂട്യൂബർമാർക്കിട്ട് നല്ല കൊട്ടും കൊടുത്താണ് തങ്കു കൊച്ചൻ വരികയും പോവുകയും ചെയ്യുന്നത്. പാട്ടിൻ്റെ വ്യത്യസ്തത പൈങ്കിളിയുടെ മറ്റൊരു ആകർഷണീയതയാണ്. ഒരു പാട്ടിൽ വരില്ലെന്ന് പ്രതീക്ഷിക്കുന്ന വാക്കുകൾ പലതും ചേർത്താണ് വിനായക് ശശികുമാർ പാട്ട് കെട്ടിയിരിക്കുന്നത്. അതിനനുസരിച്ച് ജസ്റ്റിൻ വർഗീസ് സംവിധാനവും
നൽകിയിരിക്കുന്നു. സിനിമയുടെ രസകരമായ മൂഡിനൊരു വെയിറ്റ് കൊടുക്കുന്നുണ്ട് പാട്ടുകൾ. അർജുൻ സേതുവിന്റെ ക്യാമറയും കിരൺദാസിന്റെ ചിത്രസംയോജനവും ശ്രീജിത്ത് ബാബുവിന്റെ സങ്കല്പങ്ങളെ പ്രേക്ഷകർക്ക് എളുപ്പത്തിൽ സംവദിക്കാൻ സഹായിക്കുന്നു. ആഷിഖ് കപൂർ, ദിലീഷ് പോത്തൻ തുടങ്ങിയവരുടെ സ്കൂളിൽ നിന്നുള്ള വരവായതിനാൽ തന്നെ ശ്രീജിത്ത് ബാബു ഫ്രഷ്നസ് ഫീൽ ചെയ്യിക്കുന്നുണ്ട് സിനിമയിൽ മൊത്തം. രോമാഞ്ചത്തിലും RDXലും ആവേശത്തിലും ഉൾപ്പെടെ അഭിനയിച്ച് പരിചയവും സംവിധാനം ഉണ്ടായത് പൈങ്കിളിയുടെ മേക്കിങ്ങിൽ സഹായിച്ചിട്ടുണ്ടാകും. രചയിതാവായ ജിത്തു മാധവനും നടൻ ഫഹദ് ഫാസിലും ചേർന്ന് ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിന്റെ ബാനറിലാണ് പൈങ്കിളി നിർമ്മിച്ചിരിക്കുന്നത്. ഭാവന സ്റ്റുഡിയോസാണ് വിതരണം. അത്ഭുതങ്ങളോ അമ്പരപ്പോ സൃഷ്ടിക്കുന്ന കഥയൊന്നുമല്ല പൈങ്കിളിയുടേത്. എന്നാൽ ഒരത്ഭുതവും ഉണ്ടാക്കാതെ തന്നെ പ്രേക്ഷകരെ രസിപ്പിക്കാനാവുമെന്ന് പൈങ്കിളി തെളിയിക്കുന്നു. മൊത്തത്തിൽ ഒരേ വൈബിലുള്ള ഏതാനും പേർ അരങ്ങിലും അണിയറയിലും ചേരുമ്പോൾ പ്രേക്ഷകർക്ക് ലഭിക്കേണ്ടുന്ന എല്ലാ ഫീലും പൈങ്കിളി സമ്മാനിക്കുന്നുണ്ട്.